ഹലോ ഫ്രണ്ട്സ്, കേരള PSC ഇൻ ക്ലാസ് റൂമിൻ്റെ അടുത്തൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് മൈക്രോവേവ് ഡിവൈസസ് എന്ന് പറയുന്ന ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന കുറച്ച് MCQ ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ നമുക്ക് സമയം കളയേണ്ട ഡയറക്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ക്വസ്റ്റ്യനിലേക്ക് പോകുന്നതിന് മുൻപായി ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടല്ലേ, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുക. അപ്പോൾ നമ്മളിടുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും. നമുക്ക് അന്നേരം ഡയറക്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. Next question, the klystron tube used in klystron amplifier is a dash type of beam amplifier. Option A, linear beam. Option B, cross field. Option C, parallel field. Option D, none of the mentioned. അപ്പം ക്വസ്റ്റ്യൻ ഏതാണ്? ദ ക്ലൈസ്ട്രോൺ ട്യൂബ് യൂസ്ഡ് ഇൻ എ ക്ലൈസ്ട്രോൺ ആംപ്ലിഫയർ ഈസ് എ ഡാഷ് ടൈപ്പ് ഓഫ് ബീം ആംപ്ലിഫയർ. സോ ആൻസർ ഈസ് ലീനിയർ ബീം. ഇൻ ക്ലൈസ്ട്രോൺ ആംപ്ലിഫയർ, the electron beams passes through two or more resonant cavities. The first cavity accepts an RF input and modulates the electron beam by bunching it into high density and low density regions. അപ്പം ക്ലൈസ്ട്രോൺ ആംപ്ലിഫയറിൽ ഇലക്ട്രോൺ ബീം പാസ് ചെയ്യുന്നത് രണ്ടോ അതിലധികമോ റെസണൻറ്റ് ക്യാവിറ്റിയിലൂടെയാണ്. ഇതിൽ ഫസ്റ്റ് ക്യാവിറ്റി RF ഇൻപുട്ടിനെ അക്സെപ്റ്റ് ചെയ്യുകയും ഇലക്ട്രോൺ ബീമിനെ മോഡുലേറ്റ് ചെയ്യുകയും ചെയ്യും. സോ നമ്മുടെ ക്വസ്റ്റ്യൻ, ദ ക്ലൈസ്ട്രോൺ ട്യൂബ് യൂസ്ഡ് ഇൻ ക്ലൈസ്ട്രോൺ ആംപ്ലിഫയർ ഈസ് എ ലീനിയർ ബീം ആംപ്ലിഫയർ. ഓക്കെ, സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കാം. ഡാഷ് ഈസ് എ സിംഗിൾ ക്യാവിറ്റി klystron tube that operates as an oscillator by using a reflector electrode after the cavity. Option A, back wave oscillator. Option B, reflex klystron. Option C, traveling wave tube. Option D, magnetrons. സോ അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് റിഫ്ലെക്സ് ക്ലൈസ്ട്രോൺ ആണ്. എക്സ്പ്ലനേഷൻ നോക്കാം. റിഫ്ലെക്സ് ക്ലൈസ്ട്രോൺ ഈസ് എ സിംഗിൾ ക്യാവിറ്റി ക്ലൈസ്ട്രോൺ ട്യൂബ് that operates as an oscillator by using a reflector electrode after the cavity to provide positive feedback via the electron beam. It can be tuned by mechanically adjusting the cavity size. അപ്പം റിഫ്ലെക്സ് ക്ലൈസ്ട്രോൺ എന്ന് പറയുന്നത് ഒരു സിംഗിൾ ക്യാവിറ്റി ക്ലൈസ്ട്രോൺ ട്യൂബാണ്. ദാറ്റ് ഓപ്പറേറ്റ്സ് as an oscillator by using reflector electrode after the cavity to provide positive feedback via electron beam. ഇത് നമുക്ക് മെക്കാനിക്കലി അതിൻ്റെ ക്യാവിറ്റി സൈസ് അഡ്ജസ്റ്റ് ചെയ്ത് നമുക്കത് ട്യൂൺ ചെയ്യാൻ പറ്റും. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. എ മേജർ ഡിസഡ്വാൻറ്റേജ് ഓഫ് ക്ലൈസ്ട്രോൺ ആംപ്ലിഫയർ ഈസ്. ക്ലൈസ്ട്രോൺ ആംപ്ലിഫയറിൻ്റെ മേജർ ഡിസഡ്വാൻറ്റേജ് എന്താണ്? ഓപ്ഷൻ എ, ലോ പവർ ഗെയിൻ. ഓപ്ഷൻ ബി, ലോ ബാൻഡ് വിഡ്ത്ത്. ഓപ്ഷൻ സി, ഹൈ സോഴ്സ് പവർ. ഓപ്ഷൻ ഡി, ഡിസൈൻ കോംപ്ലക്സിറ്റി. എൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി, ലോ ബാൻഡ് വിഡ്ത്ത് ആണ്. എക്സ്പ്ലനേഷൻ നോക്കാം. ക്ലൈസ്ട്രോൺ ആംപ്ലിഫയേഴ്സ് ഓഫേഴ്സ് എ വെരി നാരോ ഓപ്പറേറ്റിംഗ് ബാൻഡ് വിഡ്ത്ത്. ദിസ് ഈസ് ഓവർകം ഇൻ ട്രാവലിംഗ് വേവ് ട്യൂബ്. Traveling wave tube is a linear beam amplifier that uses electron gun and a focusing magnet to accelerate beam of electrons through an interaction region. അന്നേരം ക്ലൈസ്ട്രോണിൻ്റെ മെയിൻ ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ലോ ബാൻഡ് വിഡ്ത്ത് ആണ്. അത് ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് എന്താണ്? ട്രാവലിംഗ് വേവ് ട്യൂബാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. എക്സ്റ്റൻഡഡ് ഇൻട്രാക്ഷൻ ഓസിലേറ്റർ is a dash beam oscillator that is similar to klystron. ആൻസർ ഓപ്ഷൻ എ ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞു ക്ലൈസ്ട്രോൺ എന്ന് പറയുന്നത് ഒരു ലീനിയർ ബീമാണ്, ഓസിലേറ്റർ ആണെന്ന് പറഞ്ഞു. അന്നേരം ഓപ്ഷൻ എ ആണ് ആൻസർ. എക്സ്റ്റൻഡഡ് ഇൻട്രാക്ഷൻ ഓസിലേറ്റർ is a linear beam oscillator that uses an interaction region consisting of several cavities coupled together with positive feedback to support oscillation. അന്നേരം എക്സ്റ്റൻഡഡ് ഇൻട്രാക്ഷൻ ഓസിലേറ്റർ എന്ന് പറയുന്നത് എന്താണ്? ഇസ് എ ലീനിയർ ബീം ഓസിലേറ്റർ. അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ്. മാഗ്നട്രോൺസ് ആർ മൈക്രോവേവ് ഡിവൈസസ് ദാറ്റ് ഓഫർ very high frequencies of about 80%.
ട്രൂ ഓർ ഫോൾസ് ആണ്. ഇത് ഇങ്ങനെ ചോദിക്കത്തില്ല, ചിലപ്പം ഈ രീതിയിലായിരിക്കും ചോദിക്കുന്നത്. മാഗ്നട്രോൺ എന്ന് പറയുന്ന മൈക്രോവേവ് ഡിവൈസസിന് എഫിഷ്യൻസി ലോ ആണോ, ഹൈ ആണോ, വെരി ഹൈ ആണോ, അങ്ങനെ ചോദിക്കാം. ഓക്കെ, അന്നേരം ഇത് ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്: മാഗ്നട്രോൺസ് ആർ മൈക്രോവേവ് ഡിവൈസസ് ദാറ്റ് ഓഫർ വെരി ഹൈ ഫ്രീക്വൻസീസ് ഓഫ് അബൌട്ട് 80%. ട്രൂ ആണോ ഫാൾസ് ആണോ എന്നാണ് ക്വസ്റ്റ്യൻ. സോ അതിൻ്റെ ആൻസർ ട്രൂ എന്നാണ്. മാഗ്നട്രോൺസ് ആർ കേപ്പബിൾ ഓഫ് വെരി ഹൈ പവർ ഔട്ട്പുട്ട്സ്. അന്നേരം മാഗ്നട്രോൺസ് എന്ന് പറയുന്നത് എന്ത് തരും? വെരി ഹൈ പവർ ഔട്ട്പുട്ട്സ് തരും. ഓൺ ദ ഓർഡർ ഓഫ് സെവറൽ കിലോ വാട്ട്സ്. അന്നേരം സെവറൽ കിലോ വാട്ട്സ് ഓർഡറിലുള്ള പവർ, ഔട്ട്പുട്ട് പവർ തരും. വിത്ത് എഫിഷ്യൻസീസ് ഓഫ് 80% ഓർ മോർ. ബട്ട് ഡിസഡ്വാൻറ്റേജ് ഓഫ് മാഗ്നട്രോൺ ഈസ് ദാറ്റ് they are very noisy and cannot maintain frequency or phase coherence when operated in pulse mode. അപ്പോൾ അതിൻ്റെ ഡിസഡ്വാൻറ്റേജ് ഒന്ന് ഓർത്തിരിക്കുക. ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് എന്താണ്? വെരി നോയ്സി ആണ്. അതേപോലെ കനോട്ട് മെയിൻറ്റെയിൻ ഫ്രീക്വൻസി ഓർ ഫേസ് കൊഹറൻസ് വെൻ ഓപ്പറേറ്റഡ് ഇൻ പൾസ് മോഡ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് അൺലൈക്ലി ടു ബി യൂസ്ഡ് ആസ് എ പൾസ്ഡ് ഡിവൈസ്. ഇറ്റ് ഈസ് ദ ഓപ്ഷൻ എ മൾട്ടി ക്യാവിറ്റി ക്ലൈസ്ട്രോൺ, ഓപ്ഷൻ ബി BWO, ഓപ്ഷൻ സി CFA, ഓപ്ഷൻ ഡി TWT. അന്നേരം ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്. ഓപ്ഷൻ ബി BWO ആണ് ആൻസർ. BWO എന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്ക്വേർഡ് വേവ് ഓസിലേറ്റർ. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. ദ മൾട്ടി ക്യാവിറ്റി ക്ലൈസ്ട്രോൺ ഈസ് നോട്ട് എ ഗുഡ് ലോ ലെവൽ ആംപ്ലിഫയർ ബിക്കോസ് ഓഫ് നോയിസ്. Option B has higher repeller voltage to ensure a rapid transit time. Option C is not suitable for pulsed operation. Option D needs a long transit time through the buncher cavity to ensure current modulation. സോ ആൻസർ ഓപ്ഷൻ എ ആണ്. മൾട്ടി ക്യാവിറ്റി ക്ലൈസ്ട്രോൺ എന്ന് പറയുന്നത് ഈസ് നോട്ട് എ ഗുഡ് ലോ ലെവൽ ആംപ്ലിഫയർ ബിക്കോസ് ഓഫ് നോയിസ്. മൾട്ടി ക്യാവിറ്റി ക്ലൈസ്ട്രോണിന് എന്തുണ്ട്? നോയ്സ് ഉണ്ട്. അതുകൊണ്ട് ഇറ്റ് ഈസ് നോട്ട് എ ഗുഡ് ലോ ലെവൽ ആംപ്ലിഫയർ. ദ ട്രാവലിംഗ് വേവ് ട്യൂബ് ഈസ് സംടൈംസ് പ്രിഫേർഡ് ടു ദ മൾട്ടി ക്യാവിറ്റി ക്ലൈസ്ട്രോൺ ആംപ്ലിഫയർ ബിക്കോസ് ഓഫ് ഇറ്റ്. ഓപ്ഷൻ എ ഈസ് മോർ എഫിഷ്യൻറ്റ്, ഹാസ് ഗ്രേറ്റർ ബാൻഡ് വിഡ്ത്ത്, ഹാസ് എ ഹയർ നമ്പർ ഓഫ് മോഡ്സ്. ഓപ്ഷൻ ഡി പ്രൊഡ്യൂസസ് ഹയർ ഔട്ട്പുട്ട് പവർ. സോ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു, ട്രാവലിംഗ് വേവ് ട്യൂബിന് ക്ലൈസ്ട്രോണുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അതിൻ്റെ ബാൻഡ് വിഡ്ത്ത് എന്ന് പറയുന്നത് ഗ്രേറ്റർ ആണ്. സോ അതുകൊണ്ടാണ് ട്രാവലിംഗ് വേവ് ട്യൂബ് പ്രിഫർ ചെയ്യുന്നത്. സോ ഓപ്ഷൻ ബി ഹാസ് എ ഗ്രേറ്റർ ബാൻഡ് വിഡ്ത്ത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ദ ക്യാവിറ്റി മാഗ്നട്രോൺ യൂസസ് സ്ട്രാപ്പിംഗ് ടു. ഓപ്ഷൻ എ പ്രിവെൻറ്റ് മോഡ് ജമ്പിങ്. ഓപ്ഷൻ ബി prevent cathode back heating. Option C ensure bunching. Option D improve phase focusing effect. അപ്പം ക്യാവിറ്റി മാഗ്നട്രോണിനകത്ത് സ്ട്രാപ്പിംഗ് യൂസ് ചെയ്യുന്നത് മോഡ് ജമ്പിങ് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സോ ഓപ്ഷൻ എ ഈസ് ദ റൈറ്റ് ആൻസർ. ദ ക്യാവിറ്റി മാഗ്നട്രോൺ യൂസസ് സ്ട്രാപ്പിംഗ് ടു പ്രിവെൻറ്റ് മോഡ് ജമ്പിങ്.